ഹായ്, ഇസ്മി ഫ്രണ്ട്സ്. എല്ലാവർക്കും ബ്ലാക്ക് ടേബിൾ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ ലൈവ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. യമൻ അറ്റാക്ക്, പശ്ചിമേഷ്യ സംഘർഷങ്ങളിൽ പുകയുകയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ, മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ എന്ന് പറയുന്നത് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ ഇസ്രായേൽ യമനെയും ആക്രമിച്ചിരിക്കുന്നു. യമനിൽ നടത്തിയ ആക്രമണത്തിൽ, അതായത് തുറമുഖ നഗരമായ ഹൊദൈദ, ചെങ്കടൽ തുറമുഖ നഗരമായ ഹൊദൈദയിലും അതോടൊപ്പം മറ്റു നഗരങ്ങളിലും നടത്തിയ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെടുകയും, അതായത് ഹിസ്ബുള്ള കമാൻഡർ അടക്കം 4 പേർ കൊല്ലപ്പെടുകയും 33 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതായത് സെപ്റ്റംബർ 29 ഞായറാഴ്ചയാണ് യമനിൽ ആക്രമണം നടത്തിയത് ഇസ്രായേൽ. യമനെ ആക്രമിക്കാനുള്ള കാരണം, ഈ ആക്രമണത്തിന് മുമ്പ് യമൻ ഇസ്രായേലിൻ്റെ ടെല്ലവീവിലെ ഒരു വിമാനത്താവളത്തിൽ ആക്രമണം നടത്തിയിരുന്നു, മിസൈൽ തൊടുത്തിരുന്നു. അതിന് പകരമായിട്ടാണ് ഇസ്രായേൽ തിരിച്ചടിച്ചതും. സെപ്റ്റംബർ 29 ഞായറാഴ്ച ചെങ്കടൽ തുറമുഖ നഗരമായ ഹൊദൈദയിലും തുടർന്ന് മറ്റുള്ള നഗരങ്ങളിലും യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ ഡസൻ കണക്കിന് വിമാനങ്ങളാണ് ഇന്നലെ യമനിലൂടെ പറന്ന് വ്യോമാക്രമണം നടത്തിയത്. ഇതിൽ 4 പേർ കൊല്ലപ്പെടുകയും 33 പേർക്ക്, ഹിസ്ബുള്ള കമാൻഡർ അടക്കം 4 പേർ കൊല്ലപ്പെടുകയും 33 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഹൂതി തീവ്രവാദികളുടെ ലക്ഷ്യസ്ഥാനങ്ങൾക്ക് നേരെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഹൂതി തീവ്രവാദികളാണ് ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയത്. ഹൂതി തീവ്രവാദികൾ ഇസ്രായേലുമായിട്ട് അത്ര നല്ല ബന്ധത്തിലല്ല. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇവർ ഇസ്രായേലിനെ ഒതുക്കാനുള്ള ശ്രമത്തിലാണ് ഹൂതി തീവ്രവാദികൾ. ഇറാൻ തൊട്ടു പിന്നിൽ, ഇവർക്ക് ബാക്കിൽ ഇറാനാണ്. അപ്പോൾ ഇറാൻ്റെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഇവർ ഇസ്രായേലിനെ തകർക്കുവാനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇവർ നടത്തുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് സഹായമെല്ലാം ചെയ്തു കൊടുക്കുന്ന ഇറാനാണ്. അതുകൊണ്ട് തന്നെയാണ് ഇറാനും കൂടിയുള്ള മറുപടിയായിട്ടും കൂടിയാണ് യമനെ ഇസ്രായേൽ ആക്രമിച്ചത്. അതോടൊപ്പം ഒരു ഭാഗത്ത് മറുഭാഗത്ത് ലെബനനെ ഇസ്രായേൽ ആക്രമിക്കുന്നു, അതോടൊപ്പം ഗാസയെ ഇസ്രായേൽ ആക്രമിക്കുന്നു. അങ്ങനെ ഇസ്രായേലിന് ചുറ്റുമുള്ള രാജ്യങ്ങളെയെല്ലാം, അതായത് ഇസ്രായേലിനെതിരായിട്ട് നിൽക്കുന്ന രാജ്യങ്ങളെയെല്ലാം ഇസ്രായേൽ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്കെല്ലാം സപ്പോർട്ട് കൊടുക്കുന്നത്, അതായത് ഈ 3 രാജ്യങ്ങൾ, ഗാസ ആയിക്കോട്ടെ, അല്ലെങ്കിൽ യമൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലെമൻ ആയിക്കോട്ടെ, ഇവർക്കെല്ലാം സപ്പോർട്ട് എന്ന് പറയുന്നത് ഇറാനാണ്. ഇവർക്ക് വേണ്ട ഫണ്ടും കാര്യങ്ങളും ഒക്കെ ഇസ്രായേലിനെതിരെ അടിക്കുവാനായിട്ടുള്ള യുദ്ധം സന്നാഹങ്ങളും ഒക്കെ എത്തിച്ചു കൊടുക്കുന്നത് ഇറാനാണ്. അപ്പോൾ ഇറാനുള്ളൊരു മറുപടിയായിട്ടാണ് ഈ 3 രാജ്യങ്ങളെയും ഇസ്രായേൽ ഇങ്ങനെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നത്. ഏതായാലും അടുത്തത് ഇറാനാണെന്ന് തോന്നുന്നു. ഇങ്ങനൊരു റിപ്പോർട്ടുകളൊക്കെ അവിടുന്ന് പുറത്തു വരുന്നുണ്ട്. ഈ രാജ്യങ്ങളൊക്കെ ആക്രമിച്ചു കഴിഞ്ഞാൽ അടുത്ത ഉടനെ ഇറാനെതിരെ ആക്രമിക്കാനുള്ള ഒരു പദ്ധതി ഇസ്രായേൽ ഇടുന്നുവെന്നുമാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അങ്ങനെ സംഭവിച്ചാൽ പിന്നീട് അത് വേറൊരു ലെവലിലേക്ക് പോകും. മിക്കവാറും ഒരു 3rd വേൾഡ് വാർ എന്ന ലെവലിലേക്കൊക്കെ പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഏതായാലും പശ്ചിമേഷ്യ അത്ര നല്ല രീതിയിലല്ല അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ നമുക്ക് അനുദിനം വന്നുകൊണ്ടിരിക്കുന്നത്. യമനെയും കൂടെ ആക്രമിച്ചോടുകൂടി ചുറ്റുമുള്ള രാജ്യങ്ങളെല്ലാം ഇസ്രായേൽ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാന് മറുപടിയായിട്ട്. അതായത് ഇന്നലെ യമനെയും ആക്രമിച്ചു, അതോടൊപ്പം ലെബനനെയും ആക്രമിച്ചു ഇസ്രായേൽ. ഇന്നലെ ലെബനിൽ, അതായത് സെപ്റ്റംബർ 29 ലെബനിൽ നടന്ന ആക്രമണത്തിൽ ഏകദേശം 105 പേരാണ് അവിടെ കൊല്ലപ്പെട്ടത്. 105 പേർ കൊല്ലപ്പെടുകയും 359 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കഴിഞ്ഞ 2 ദിവസമായിട്ട് ലെബനിൽ ഭയങ്കര ആക്രമണങ്ങളായിരുന്നു. അതിൽ വെള്ളിയാഴ്ച നടന്ന ആക്രമണത്തിലാണ് ഹിസ്ബുള്ളയുടെ തലവനായ ഹസൻ നസ്രല്ല കൊല്ലപ്പെട്ടത്. അങ്ങനെ ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസ്രല്ല വെള്ളിയാഴ്ച നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അങ്ങനെ ഹിസ്ബുള്ള തീവ്രവാദികളെയും അതോടൊപ്പം ഹൂതി തീവ്രവാദികളെയെല്ലാം ഇല്ലാതാക്കാനുള്ള ശ്രമത്തിലാണ് ഇസ്രായേൽ. ഈ 2 തീവ്രവാദികൾക്കും വേണ്ടത്ര സഹായങ്ങളൊക്കെ നൽകുന്നതായിട്ട് ഇറാനും. അപ്പോൾ കാര്യങ്ങൾ ഇനി ഇറാൻ യുദ്ധത്തിലേക്കാണോ പോകുന്നതെന്നാണ് നമുക്കൊരു സംശയം വരുന്നതെന്ന് പറയാം. ഏതായാലും കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ലെബനനിൽ നടന്ന ആക്രമണത്തിൽ ഏകദേശം 1000-ലധികം പേർ കൊല്ലപ്പെടുകയും 6000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതിൽ ലെബനനിൽ നിന്നും എല്ലാവരും കൂട്ടപ്പാലായനം ചെയ്യുകയാണ്. ജനസംഖ്യയുടെ 5% ഇപ്പോൾ ലെബനൻ വിട്ടു പോയെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. അവരുടെ വീടും നാടൊക്കെ ഉപേക്ഷിച്ച് പാലായനം ചെയ്തിരിക്കുകയാണ്, യുദ്ധം ഭയന്ന്, ഇസ്രായേലിനെ പേടിച്ച്. എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. ഏതായാലും പശ്ചിമേഷ്യ അത്ര നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നതെന്ന് പറയാം. ലോക നേതാക്കളൊക്കെ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനായിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിനുമായിട്ട് സംസാരിക്കും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വാഷിങ്ടണിൽ നിന്ന് പുറത്തു വരുന്നത്, യുദ്ധം നിർത്തുവാനായിട്ടുള്ള. ഏതായാലും ലെബനൻ, യമൻ, ഗാസ, അങ്ങനെ ചുറ്റുമുള്ള രാജ്യങ്ങൾ, ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ രാജ്യങ്ങളും തിരിച്ചടിക്കുമെന്നാണ് ഇസ്രായേൽ പറയുന്നത്. അടുത്തത് ഇറാനായിരിക്കുമെന്നാണ് തോന്നുന്നത്. ഏതായാലും പശ്ചിമേഷ്യ അത്ര നല്ല ഇതിലല്ല മുന്നോട്ട് പോകുന്നതെന്നാണ് പറയുന്നത്. പണ്ട് പാലസ്തീനും ഇസ്രായേലും മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ മറ്റു രാജ്യങ്ങളെയും ഇസ്രായേൽ ഇങ്ങനെ ചുറ്റും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അത്ര നല്ല റിപ്പോർട്ടുകളല്ല പശ്ചിമേഷ്യയിൽ നിന്നും
നമുക്ക് പുറത്തേക്ക് വരുന്നത് ഡെയിലി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.